വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഹാഫ് ഡേ മൈ ലൈഫാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സൈഡിലെ ബെല്ലൈക്കല്ലേ അതിൽ ഓൾ വേണം ഞെക്കാൻ. നമ്മളുടെ ഗ്യാസ് മേലെ കുക്കർ വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഉരുളക്കിഴങ്ങ് മസാലയും ചപ്പാത്തിയാണ് പൂരിയാണ് ഉണ്ടാക്കുന്നത്. സോറി ഗൈസ്, എൻ്റെ അടുത്ത് നിന്ന് തെറ്റാണ്. പൂരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി പൂരിയും ഉരുളക്കിഴങ്ങ് മസാലയാണ്. നമ്മൾ പൂരിയും ഉരുളക്കിഴങ്ങ് മസാലയെല്ലാം തിന്നതിന് ശേഷം ഇതിൽ നമ്മൾ കൂന്തൽ മസാല ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഉച്ചക്ക് കൂന്തൽ മസാലയും ചോറുമാണ് ഇന്ന്. പിന്നെ വേളൂരി കറിയും ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൂന്തൽ മസാല ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടുള്ളൂ. വേളൂരി കറി വെക്കുന്നതൊന്നും എടുത്തിട്ടില്ല. വേളൂരിയും പിന്നെ അയിലയും ഉണ്ട്. പിന്നെ നമ്മളെ മണങ്ങ് ഉണ്ടാകുമ്പോൾ എൻ്റെ ഫേവറേറ്റ് മീനാണ് മണങ്ങ്. നമ്മൾ കൂന്തൽ മുറിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് അമ്മ ഗ്യാസ് മേലെയാണ് ചോറ് വെക്കുന്നത്. മഴ ആയതുകൊണ്ട് നമുക്ക് അടുപ്പ് കത്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മൾ കൂന്തൽ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂന്തൽ കറി വെച്ചാൽ ഇഷ്ടം, മസാലയാക്കിച്ചാൽ ഇഷ്ടം, ഫ്രൈ ചെയ്തിച്ചാൽ ഇഷ്ടം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഗ്യാസ് മേലെ വേറെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ഉള്ളി ഇടുന്നുണ്ട്. ഉള്ളി നമ്മൾ നല്ലോണം വാട്ടുന്നുണ്ട്. നമ്മളതിലേക്ക് തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഇളക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ഇടുന്നുണ്ട്. മെയിനാണ് ഗായ്സ്, കൂന്തൽ മസാല ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് കുരുമുളക് പൊടിയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ ഗരം മസാല നമ്മൾ നല്ലോണം ഇളക്കുന്നുണ്ട്. അതിൽ പാകത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ആ കൂന്തൽ വേവിച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമ്മൾ കൂന്തൽ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലോണം ഇളക്കുന്നുണ്ട്. ഉപ്പുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പൊന്നും ഒരിക്കലും ഒഴിവാക്കപ്പെടാത്ത സ്റ്റെപ്പാണ്. അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ മസ്റ്റാണ്. നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ കൂന്തൽ മസാലയുടെ റെഡി ആയിട്ടുണ്ട് ഗായ്സ്. അത് നമ്മൾ പയറ് ബീൻസ് വറുക്കാൻ വെച്ചതാണ്. പിന്നെ നമ്മളെ ചോറ് വേകുന്നുണ്ട്. പിന്നെ അതിന് വറവിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് പറഞ്ഞേ എങ്ങനെയുണ്ടെന്ന് കൂന്തൽ മസാല. പിന്നെ നമ്മൾ മണങ്ങ് പൊരിക്കാൻ വെച്ചിട്ടുണ്ടമ്മ. പിന്നെ അതിൻ്റെ നടുക്ക് നമ്മൾ വാട്ടർമെലൻ്റെ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. ഇനി ഒരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.